ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നല്ലതായിട്ട് പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നമുക്കൊരു ബോണ്ടായ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ബോണ്ടായ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് ഞാൻ പറയുന്നു, നമ്മൾ ബോണ്ടായ ഉണ്ടാക്കുന്നത് ഇഡലി മാവ് കൊണ്ടാണ് ബോണ്ടായ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് ഇന്ന് എടുക്കരുത്, ഒരു ദിവസം ഇരുന്ന് പുളിച്ച മാവ് എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു സൂപ്പർ ടേസ്റ്റ് വരുന്നത്. നമുക്ക് കണ്ടു നോക്കാം. ഒരു വീഡിയോയിലേക്ക് പോകാം. പഴമെല്ലാം ഞാനിവിടെ ചെറുതായി അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നന്നായി പഴുത്ത പഴം വേണം ഇതിന് കേട്ടോ, എന്നാലേ അതിനൊരു ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഒരു പാൻ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനത് ചൂടായിട്ടുണ്ട്. ഞാൻ ശകലം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്ക്കകത്തോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ ഏത്തപ്പഴം. നമ്മുടെ ഏത്തപ്പഴമൊക്കെ ഇവിടെ നന്നായിട്ട് നെയ്ക്കകത്തൊന്ന് മൂത്തിട്ടുണ്ട്. ബട്ടറിനകത്ത്, നെയ്യല്ല ബട്ടറിനകത്ത് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത്. നമുക്കിതിനകത്തോട്ട് ഇനി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നമുക്കിതും കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ തേങ്ങയുടെ വെള്ളമയമൊക്കെ ഒന്ന് പറ്റി വരണം. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെല്ലം, മധുരത്തിന് ആവശ്യമായ വെല്ലം, ഞാൻ 1 കപ്പ് വെല്ലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് ബോണ്ടായാണ് കേട്ടോ. നമ്മുടെ വെല്ലവും നമ്മുടെ ഏത്തപ്പഴവും തേങ്ങയും എല്ലാം നന്നായിട്ടിവിടെ മിക്സായിട്ടുണ്ട്. ഇപ്പോഴേ നമുക്കിതിനകത്തോട്ട് അടുത്തതായിട്ട് ചേർക്കേണ്ടത് ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒക്കെയാണ്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമാണ്. ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബോണ്ട ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ അനുവദിക്കാം. ഇങ്ങനെ നമ്മുടെ ഫില്ലിങ് എല്ലാം ഇവിടെ തണുത്തിട്ടുണ്ട്. ഞാനത് ചെറിയ ഉരുണ്ടകളാക്കി എടുക്കുകയാണ്. നമുക്കിപ്പോൾ എത്ര വേണോ ഉരുണ്ട ആ അളവിന് നമുക്ക് എടുക്കാം. സൈസ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു ശകലം എണ്ണമയം പുരട്ടിയാൽ നല്ലതാണ്. പുരട്ടിയില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു ശകലം നെയ്മയം പുരട്ടിയിട്ടാണ് ഇപ്പോൾ ഉരുണ്ട പിടിക്കുന്നത്. അങ്ങനെ ഞാനിതെല്ലാം ഉരുണ്ട പിടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബോണ്ടയാക്കി എടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇഡ്ലി മാവിനകത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച്, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് നമ്മുടെ ഇഡലി മാവിലോട്ട് മുക്കി നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം ഇഡ്ലിമാവ് കൊണ്ടുള്ള
ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന്. ചൂടാ. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി വീണ്ടും